കരിമ്പുലിയാണ് 2019 എൻഡോർ 19 19 ലാസ്റ്റ് വണ്ടി 19 ലാസ്റ്റ് വണ്ടി. ഇത് 2016 എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാലേ 2025 മോഡൽ ഉണ്ടല്ലേ? അതാണ് ഷോറൂം കണ്ടീഷൻ വണ്ടി. 2018 4x4 മാനുവല്, വെറും 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 24 ജെനുവിൻ ആയിരിക്കും. അധികം കണ്ടിട്ടില്ല. അല്ല, നമ്മൾ പിന്നെ എല്ലാ വണ്ടി ഒന്ന് എടുക്കും. അതാണ് കുറച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യും, പിന്നെ നമ്മൾ കൊടുക്കും. നമുക്ക് 1780 വണ്ടി കൊടുക്കാം. 1780 NOC 1780 കൊടുക്കാം. ഈ ഒരു ഷോറൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആയി പോകും. നിങ്ങളിപ്പോൾ ഡൽഹിയിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര അവിടെ എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണോ പോയി നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമായി പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമിൽ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ റീവണ്ടികളാണ്. റീവണ്ടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റ് വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതിൽ 95% വണ്ടികളും കുറഞ്ഞ 1-2 വണ്ടികളൊക്കെ ഉള്ളൂ കേരള വണ്ടികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ, അതുപോലെ തന്നെ ഇന്നോവ, അതുപോലെ തന്നെ ഫോർച്യൂണർ, പിന്നെ നല്ല യുണീക്ക് കുറച്ച് സാധനങ്ങൾ വേറെയും കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ റോയൽ വീൽസ് ആണ് വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ നരിക്കുനിയാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. നരിക്കുനി എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10-16 കിലോമീറ്റർ വരേണ്ടതായിട്ടുള്ളൂ കേട്ടോ. ഹൈവേ തന്നെയാണ്, വരാനും കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഇവർക്ക് റോയൽ വീൽസ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ പിന്നെ ഷോറൂമിന് മുമ്പിലൂടെ കൊണ്ടു വിടും. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു റീവണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ അത് നിങ്ങൾ ഡൽഹിയിലൊന്നും പോയി ഒരിക്കലും സമയം കളയണ്ട. ജസ്റ്റ് ഇവിടെ വരിക, വന്ന് നോക്കിക്കോളുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു സാധനം കൺഫേം ആയിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ റീ ആണ്. കേരള വണ്ടികൾ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പറയുന്ന വിലകളെല്ലാം നിലവിൽ കേരളത്തിലേക്ക് ആക്കാത്ത വിലകളാണ്, റീ ആക്കാത്ത വിലകളാണ് പറയുന്നതൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഏത് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഏത് വണ്ടിയുടെ വില പറയുമ്പോഴും നിങ്ങൾ അതിൻ്റെ കൂടെ ഇവിടെ പേപ്പർ ആക്കാനുള്ള വിലയും കൂടി ഒന്ന് സെപ്പറേറ്റ് കാണേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കുറേ വണ്ടികൾ കാണിച്ചു തരാം. എന്തൊക്കെയാണ് മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് ഒന്നും കാണിച്ചു തരാം. കുറേ വണ്ടികളുണ്ട്. സിദ്ദിഖുണ്ട് നമ്മുടെ കൂടെ. ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കാം. മറക്കാണ്ട് ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് വെച്ചോ. പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്തായാലും നമ്മുടെ റോയൽ വീൽസിൽ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നല്ല അടിപൊളി ഒരുപാട് വണ്ടികളുണ്ട്. സിദ്ദിഖ, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. റോയൽ വീൽസിലേക്ക് എനിക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഒരുപാട് വണ്ടികൾ കാണിക്കാനുണ്ടല്ലോ. ഒരുപാട് വണ്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും മാറ്റങ്ങളാണ്, വളരെ വളരെ വലിയ വലിയ മാറ്റങ്ങളാണ്. കുറച്ച് വേറെ മാറ്റങ്ങളുണ്ട്. ഫോർച്യൂണർ മാത്രം ഉണ്ട്, 8 പീസ് ഉണ്ട്. അതായത് നിരത്തിയിട്ടുണ്ട്. ഫോർച്യൂണർ ന്യൂ ഷേപ്പ് മാത്രം 8 പീസ്. അതുപോലെ തന്നെ HR കിടക്കുന്ന ഒരു താറുണ്ട്, അതുപോലെ തന്നെ പഴയ താറുണ്ട്, വേറെ ഒരുപാട് വണ്ടികളുണ്ട്. ക്രിസ്റ്റ സെറ്റ് ഓട്ടോമാറ്റിക് മാത്രം 9 എണ്ണം ഉണ്ട്. ജി ഓട്ടോമാറ്റിക് ഏകദേശം അത്ര ടോട്ടൽ 30 ക്രിസ്റ്റോ ഏകദേശം ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ എത്ര വണ്ടി ഉണ്ട് ഇവിടെ അടുത്ത്? ഏകദേശം ഒരു 53-54 വണ്ടി ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഓടിച്ചങ്ങ് പറഞ്ഞു വിടാം. അപ്പൊ കണ്ണൂർക്ക് ഒരു ഡെലിവറി ഉണ്ട്, കണ്ണൂർ ഇരിട്ടി. അതെ അല്ലേ? അപ്പൊ നമുക്ക് മഴയും കൂടിയാണ്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കാറ്റലോഗും ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ലൊക്കേഷൻ കോഴിക്കോട് നരിക്കുനിയാണ്. നമ്പർ കൊടുക്കേണ്ട, ആ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി, ഓക്കെ. നമ്മുടെ കാറ്റലോഗും ഇല്ല, കാറ്റലോഗ് ഉണ്ട്. അപ്പൊ നമുക്ക് വാട്സ്ആപ്പ് കാറ്റലോഗ് 8181883333. അതിൽ വാട്സാപ്പിൽ ആയി വിട്ടാല് നമ്മളെ കാറ്റലോഗ് ഓട്ടോമാറ്റിക് ആയി വരുന്നതല്ലേ. ലൊക്കേഷൻ എല്ലാം ഉണ്ടാവും. പറഞ്ഞ എത്രേ ഉള്ളൂ. വണ്ടികളൊന്നും ഓവർ ഡീറ്റെയിൽ ആക്കുന്നില്ല. ബാക്കി നിങ്ങൾ ജസ്റ്റ് കയറിയാൽ മതി. നമുക്ക് തുടങ്ങുന്ന ഈ ഫോർച്യൂണർ തുടങ്ങാം അല്ലേ? അതെ. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2018 2 വീൽ ഓട്ടോമാറ്റിക്, വെറും 74,000 കിലോമീറ്റർ ഓടിയ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 74 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററി ഉണ്ട്. അതിപ്പോ ഒരു സർവീസ് ഒന്നും മിസ്സിങ് ഒന്നും ചിലപ്പോൾ കുറച്ച് മുമ്പോട്ട് ബാക്കോട്ട് ആകുന്നല്ലാണ്ട് അല്ലാതെ വിഷയങ്ങളും. വണ്ടി പക്കയല്ലേ? വണ്ടി പക്ക കണ്ടീഷൻ വണ്ടി. ഇവിടുന്ന് കൊടുത്തു വിടുന്ന ഒരാളും കുറ്റം പറയില്ലല്ലോ. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. എങ്ങനെ വേണം ചെക്ക് ചെയ്യാം? നമ്മൾ കമ്പനി കൊണ്ടുപോവാ, വേറെ കമ്പനി ആയിട്ട് വേറെ ഇതുണ്ട്, ടൊയോട്ടയെ കൊണ്ടുപോവാ, വർക്ക്ഷോപ്പ് കൊണ്ടുപോവാ, മെക്കാനിക് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പ്രശ്നം. ഈ 18 വണ്ടിക്ക് എന്താ വില? ഇത് നമ്മൾ ചോദിക്കുന്നത് 22,60. 22,60,000 കിലോമീറ്റർ കറക്റ്റ് ആണ്. കിലോമീറ്റർ 72,000 കിലോമീറ്റർ ഓടി. ഇവിടെ ഒരു വണ്ടി പോലും KL-ഇല്ല, എല്ലാം NOC റേറ്റ് പറയുന്നത്. ഏതായാലും KL ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പറയുകയും ചെയ്യാം. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ ആ വണ്ടി ഇവിടെ പേപ്പർ ആക്കാനുള്ള റേറ്റും കൂടി കാണണം. അതുപോലെ തന്നെ ഇത് 2017 2 വീൽ ഓട്ടോമാറ്റിക് 1,30,000 കിലോമീറ്റർ ഓടി വണ്ടി. 17 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? ഇതിപ്പോ ആഫ്റ്റർ ഓൾ ഇപ്പൊ നമ്മളിപ്പോ ഈ ഷോറൂമിൽ കിടക്കുന്ന ഒരു വണ്ടി പോലും ഒരു സിംഗിൾ സ്ക്രാച്ചോ ഒന്നുമില്ല അല്ലെ? ചെറിയ ചെറിയ സ്ക്രാച്ച് ഇതാ. ഇതൊക്കെ ഈ വണ്ടിയും ഈ 2 വണ്ടി മെനിയാന്ന് വന്നിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഒരു പ്രശ്നമാണെന്ന് പറയുന്നത് അല്ല, ഞാൻ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതേ പറഞ്ഞേ. അപ്പൊ ഇവിടെ കിടക്കുന്ന ബാക്കി ഇതൊക്കെ ക്ലിയർ ആക്കി കൊടുക്കൂട്ടോ. ഇതെന്ന് വെച്ചാൽ വണ്ടി 2 ദിവസം വന്നിപ്പോ നല്ല മഴ ആണ്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കാണ്. അപ്പൊ പെയിന്റ് അടിക്കാനുള്ള ഒരു സംവിധാനം ഇപ്പൊ ഇല്ല. ശരി, ഓക്കെ. സെറ്റ് ചെയ്ത് കൊടുക്കില്ല അല്ലെ? ഇതിന്റെ വില പറഞ്ഞില്ലല്ലോ. ഇതിന്റെ വില പറഞ്ഞ ഇത് 22,40 പറഞ്ഞ, ഇത് 21,70
80. 17 പറഞ്ഞത് 2017 ടൂ വീൽ ഓട്ടോമാറ്റിക്. 17 ഇത് കിലോമീറ്റർ കുറവുണ്ടായതുകൊണ്ട് കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലുണ്ട്. ഇത് കിലോമീറ്റർ കുറച്ച് കൂടിയ കൊണ്ട് റേറ്റ് കുറവുണ്ട്. അതെ അതെ 130 അല്ലേ? ഇതൊക്കെ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തോളൂ. ഇത് 2018. അപ്പോൾ ലെജൻഡർ ആക്കിയതാണ്. അല്ല, ഇതിലേക്ക് സിഗ്മയിലേക്ക് മാറ്റിയ വണ്ടിയാണ്. ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. 1,49,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇതിന്റെ വീലൊക്കെ അപ്ഗ്രേഡ് ചെയ്താട്ടോ, നല്ല അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതെ, തട്ടുമുട്ടൊന്നുമില്ലല്ലോ, തട്ടുമുട്ടൊന്നുമില്ല, മേജർ ഒന്നുമില്ലല്ലോ. ഇല്ല, ചെറിയ ചെറിയ വിഷയങ്ങള് മൈനായിട്ട് ഫ്രണ്ട് ഗ്ലാസ് ഏതെങ്കിലും ഒന്ന് കണ്ടോ. അപ്പൊ എല്ലാ വണ്ടിയും പറയാൻ കഴിയൂല. അതാണ്. അപ്പൊ നിങ്ങൾ വരിക, വന്നിട്ട് ചെക്ക് ചെയ്യുക. ഇതിപ്പോ മോഡൽ ഏതാ പറഞ്ഞത്? ഇത് 2018 നമുക്ക് 23,40 കൊടുക്കുന്നത്. 18 വണ്ടി 23,40,000 രൂപ. അതെ, അത് ഈ പറഞ്ഞ ടയറിന് നല്ലൊരു വിലയുണ്ട് കേട്ടോ. അതെ, 23,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. അതും മേജർ പ്രശ്നങ്ങൾ. ഇത് 2018. 18 ആണോ? 2018 ടൂ വീൽ ഓട്ടോമാറ്റിക് 1,36,000 കിലോമീറ്റർ ഓടിയത്. 18 ടൂ വീൽ ഓട്ടോമാറ്റിക്. അതെ, ഓക്കെ. അപ്പൊ അതൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. ഇത് ഏകദേശം ഒരേ റേറ്റ് തന്നെ ഈ വണ്ടിക്ക് എല്ലാം വരുന്നത്. ഇതിപ്പോ എത്ര വരുന്നുണ്ട് നമുക്ക്? 18 വണ്ടി ഏത് വരുന്നത്? 20. ഇത് നമുക്ക് വരുന്നത് 2000. ഇത് വരുന്നത് നമുക്ക് 22,90 വരുന്നുണ്ട്. 22,90. അതെ, അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അതെ അതെ, 18 മോഡല്. ശരി, ഇതാണ് 2017. ഇത് നമുക്ക് പിന്നെ ഇത് സിംഗിൾ ഓണർ ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. നമ്മുടെ ഈ 17 മോഡൽ വണ്ടി നമുക്ക് എന്താ വില? 2017 ടൂ വീൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ 2,38,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇത് ഫ്രണ്ട് ഗ്ലാസും ബോണറ്റ് മാറിക്കുന്നത്. അത് ഇതിന്റെ റേറ്റ് നമുക്ക് വളരെ കുറച്ച് കൊടുക്കാം. 240 കുറച്ച് കിലോമീറ്ററും കൂടുതൽ ഓടി കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. അടിപൊളി. നമുക്ക് 17,80 വണ്ടി കൊടുക്കാം. 17,80 NOC 17,80 കൊടുക്കാം. 240 ഓടി എന്നുള്ള ചോദിച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല. ഇല്ല, പിന്നെ ബോണറ്റ് ഗ്ലാസ് മാറി. അതേപോലെ ഫ്രണ്ട് ഗ്ലാസ് പിന്നെ എല്ലാ വണ്ടിക്കും മാറുന്നതാണ്. 90% വണ്ടി. പക്ഷെ ഇവിടുത്തെ 90% വണ്ടി ഒറിജിനൽ ഗ്ലാസ് തന്നെ ഉള്ളത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് 17,90 എടുത്തുകൊണ്ട് പോകാൻ. നിങ്ങൾക്ക് അതും 2017 മോഡലാണെന്ന് ആലോചിക്കണം. ടൂ വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അടുത്ത ഇതാണെങ്കിലോ? ഇത് 2018 ആണ് ടൂ വീൽ ഓട്ടോമാറ്റിക്. പിന്നെ 1,60 1,54 കമ്പനി സർവീസ് ഉണ്ട്. ഇത് നമുക്ക് 22,40 കൊടുക്കാം. 22,40. ഓക്കെ. അതായത് ഇപ്പൊ ഞാൻ 2017 ഏകദേശം 21.5 വരുന്നുണ്ട്. 18 22 ഏകദേശം വരുന്നുണ്ട്. അതിൽ ഓഫറിൽ ഒരു വണ്ടിയാണ് 2017. 17.5 ഏറ്റവും റേറ്റ് കുറവുള്ള വണ്ടി. അടുത്തത് ഇതാണെങ്കിലോ? ഇത് സിഗ്മ ആണല്ലോ. ഇത് സിഗ്മയിലേക്ക് മാറിയ വണ്ടിയാണ്. ഇത് മോഡൽ ഇത് 2018. സെക്കൻഡ് ഫേസ് വന്ന വണ്ടി അല്ലേ? നല്ല നീറ്റ് വണ്ടി കേട്ടോ. 1,59 ഓടിയ വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 21,90 കൊടുക്കാം. 21,90 2018 ഈ ന്യൂ ഷേപ്പ് വന്ന നല്ല 4 പുത്തൻ ടയറുള്ള വണ്ടി. അതെ അതെ. അപ്പൊ അതൊന്നും ഇല്ലല്ലോ മേജർ? ഇല്ലല്ലോ, അങ്ങനത്തെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഇവിടെ വരിക, വന്നിട്ട് ഈ പറഞ്ഞ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യും. ഇത്രയും നിരന്ന് കിടക്കുന്നുണ്ട് ഫോർച്യൂണർ വേണമെങ്കിൽ അല്ലേ? നിങ്ങൾ എല്ലാ സൗകര്യം കൊടുക്കൂലേ? എല്ലാ സൗകര്യം കൊടുക്കും. അവർ ഫോൺ ചെയ്താൽ വാട്സപ്പിൽ ആയി വിട്ടാൽ അതിന്റെ കാറ്റലോഗ് ലിങ്കും വരും. വാട്സപ്പിൽ വന്നാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കും. ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ. അതെ, എന്താണ് ഒരേ വണ്ടി ഒരേ കളറിൽ കിടക്കും. ചിലത് നമ്മൾ മാറിപ്പോവുകയും ചെയ്യും. അങ്ങനെ വിഷയമുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇതെല്ലാം ഒരേ സാധനമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കാണിക്കാത്തത്. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സെൽട്ടോസ് ഉണ്ടല്ലോ. ഇത് ഡീസലാ? ഡീസൽ ഓട്ടോമാറ്റിക്. അടിപൊളി. ഡീസൽ ഓട്ടോമാറ്റിക്കിൽ GT ലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നുണ്ട് കേട്ടോ. അതെ. ഇത് 2 ഡോർ റീപ്ലേസ് ഉണ്ട്. വെറും 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 2 ഡോർ എന്ന് പറയുമ്പോൾ സ്കിന്ന് മാത്രമേ ഉള്ളൂ അതോ ഗ്ലാസും? അത് കറക്റ്റ് നോക്കണം. മേജർ ആക്സിഡന്റ് ആണോ? ഇല്ല, ചെറിയ തന്നെയുള്ളൂ. ഗ്ലാസ് കുറച്ചില്ലാണ്. 28 ലക്ഷം രൂപ മേലെ വിലയുള്ള വണ്ടിയാണ്. അതെ, ഇത് നമുക്ക് 16,90 NOC കൊടുക്കാം. അല്ല, ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. മോഡൽ ഏതാ പറഞ്ഞത്? 2022 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഒരു 45,000 കിലോമീറ്റർ ഓടി. 40,000 കിലോമീറ്റർ ഓടി. ആ വണ്ടിയാണ് നമുക്ക് വില എത്ര? 16,90 നെറ്റ് ആയി കൊടുക്കാം. 16,90. എന്തെങ്കിലും കുറെ ഉണ്ടാവൂലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കും. എനിക്കറിയാം. അതെ, മാക്സിമം ചെയ്ത് കൊടുത്താൽ. അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു ക്രിസ്റ്റ കിടക്കണ്ടല്ലോ. ഇത് 2017 ആണ്. 2017 വി മാനുവൽ 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. വി മാനുവൽ അല്ലേ? 13,90 കൊടുക്കുന്നത്. 13,90 വി മാനുവൽ. അതെ, എല്ലാ NOC ആണ്. ഇതൊഴിച്ച് ബാക്കി എല്ലാ NOC ആണ്. അതുപോലെ തന്നെ HR-ൽ ഒരു ഓട്ടോമാറ്റിക് 2016 വാഗണർ. 16 മോഡൽ വാഗണർ CNG ആട്ടോ. അതാണ് ഗുണം. 30 കിലോമീറ്റർ മൈലേജ് കിട്ടും. 30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി നമുക്ക് 2,95 ഫിക്സ്ഡ് കൊടുക്കാം. അതായത് NOC-ലല്ലേ? NOC-ൽ പേപ്പർ ആക്കാൻ 10,30,000 രൂപ വരെ അത്ര മതിയാവും. അതായത് HR-ൽ കിടക്കുന്ന വണ്ടിയാണ്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളാം. പിന്നെ വേറെ ഇത് VXI ആണ്. എങ്ങനെ? VXI അല്ലേ? അതെ. പിന്നെ CNG ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല മൈലേജ് കിട്ടും. അതെ അതെ അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2019 ഈ 2 ദിവസം നമ്പർ ആകുന്ന വണ്ടിയാണിത്. ഇത് നമുക്ക് നമ്പർ ആക്കി 13 റുപ്യ കൊടുക്കാം. 13,50,000. 2019 G മാനുവൽ. എന്തുകൊണ്ടാണ് വില അത്രയും കുറഞ്ഞ്? 2,34 ഓടിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. സർവീസ് ഉണ്ടോ? ഫുള്ള് സർവീസ്. ഒരു അപാധയില്ല, ഒന്നുമില്ല. അടിപൊളി. അതായത് 2,34 ഓടിയിട്ടുണ്ടെന്നുള്ള 2019 വണ്ടി നിങ്ങൾക്ക്
13,50 നമുക്ക് കൊടുക്കാം. 13.5 ലക്ഷം രൂപയ്ക്ക് ഇത് കാട്ടുക. ഇതേതാ മോഡൽ? അടിപൊളി വണ്ടി ഇന്നോവ ഇന്നോവ ഇന്റീരിയർ ഒന്ന് കാട്ടിക്കാണ്. ഇത് 2015 V ആണ്. ഇന്റീരിയറിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം ആൾ വിളിച്ചോളി. 1,03,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. അതായത് 15-ൽ 1,03,000. 1,03,000 ഫുള്ള് കമ്പനി സർവീസ് ഇല്ല. 2018 വരെ സർവീസ് ഉള്ളൂ. ജെനുവിൻ ആയിരിക്കോ? അതുവരെ 30,000 കിലോമീറ്റർ ഓടിയുള്ളൂ. പിന്നെ വണ്ടി കണ്ടാൽ തന്നെ അറിയാം വണ്ടി ഫുൾ അടിപൊളി വണ്ടി. ബമ്പർ ഒന്ന് കളർ ചേഞ്ച് അയക്കുന്നത്. ബമ്പർ നമ്മൾ മാറ്റി അടിക്കാണ്ടാവും. വേറെ എല്ലാം ഫുള്ള് ക്ലിയർ ആയി നല്ല നീറ്റ് വണ്ടി. ഒന്നുമില്ല, ഒരു റീപ്ലേസ് ഇല്ല. ഒരു ഗ്ലാസ് വരെ മാറിയില്ല. 15 മോഡൽ ഉണ്ട്. വണ്ടി അത്രയും വി മോഡൽ ആണ്. 15-ലെ വി ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 8,50 കൊടുക്കാം. 8,50,000 രൂപ. അതെ, 15 മോഡൽ വി ഓപ്ഷൻ വണ്ടി 8,50,000. ഇതന്നെ ഒറിജിനൽ വേണമെങ്കിൽ സെഡ് ഓപ്ഷൻ ഇവിടെ വേറെ കിടക്കും. ഈ കിടക്കുന്ന ക്രിസ്റ്റ 2018 G മാനുവൽ 1,88,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ കമ്പനി സർവീസ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിക്കുന്നത്. ശരി, എന്താ വില? 11,20,000 കൊടുക്കാം. 11,20,000 രൂപ. അതെ. ഓക്കെ, ഇനി ഇതാണ് നിങ്ങൾ പറഞ്ഞത്? ഇത് നമ്മൾ ഒറിജിനൽ കേരള വണ്ടി 2015 സെഡ് വീനേക്കും ടോപ്പ് സെഡില് 15-ലാണ് സെഡ് വന്നിട്ടുള്ളത്. 1,59,000 കിലോമീറ്റർ കമ്പനി സർവീസ് സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള വണ്ടി. ജെനുവിൻ വണ്ടി. 4 പുത്തൻ ടയർ ഉണ്ട്. അലോയിൽ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അലോയൊക്കെ സെപ്പറേറ്റ് ചെയ്താണ്. സെപ്പറേറ്റ് ഒറിജിനൽ വേറെ ഉണ്ട്, മാറ്റി വേറെ ചെയ്താണ്. ഇത് പിന്നെ കിലോമീറ്റർ 1,59 ജെനുവിൻ ആണ്. അതെ, കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ഓടിയ വണ്ടി. ശരി, എന്താ വില? ഇത് നമുക്ക് 11,80 കൊടുക്കാം. 11,80 ഞാൻ പറയുമ്പോൾ കുറച്ച് കൂടുതലാന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ക്രിസ്റ്റ കിട്ടുമോ പൈസക്ക്? അത് വേറെ ഒന്നുണ്ട്. ക്രിസ്റ്റ നേരെ അപ്പുറത്ത് 11,50 ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വേണ്ടിയവർക്ക് ഇത് പിന്നെ ഫുൾ ഓപ്ഷൻ ആണ്. ഇതിന് തപ്പി കിടക്കുന്നവരുണ്ടല്ലോ, ഇത് തപ്പി കിടക്കുന്ന ആളുണ്ട്. അതെ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ വന്ന് സംസാരിച്ചോളാം. പിന്നെ 15 മോഡലാണ്, സെഡ് ആണ്. അവിടെ നിങ്ങൾക്ക് 11,80 വരും. അത് വന്നിട്ട് സംസാരിച്ചിട്ട് മാക്സിമം ചെക്ക് ചെയ്ത് മാത്രം എടുത്തോളാം. ഈ സിറ്റി ആണെങ്കിലോ? ഇത് 2017 ഫുൾ ഓപ്ഷൻ. 17 ഫുൾ ഓപ്ഷൻ VX വണ്ടി അല്ലേ? അതെ, ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള സൺറൂഫും കാര്യങ്ങളും എല്ലാം ഉള്ള. ഇത് പെട്രോളാ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. നമുക്ക് 7,80 കൊടുക്കാം. 7,80,000 രൂപ. അതെ. ഇത് പിന്നെ കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ എത്രയായിരുന്നു? 80,000 കിലോമീറ്റർ ഓടി. 80,000 കിലോമീറ്റർ അല്ലേ? വണ്ടി അത്യാവശ്യം മോശമൊന്നുമില്ല കേട്ടോ. 7,80 അല്ലേ റേറ്റ്? 7,80. നെഗോഷ്യബിൾ ആവൂലേ? ചെറിയൊരു മാറ്റം അത്ര ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും 17 മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്. നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. മാക്സിമം ലോൺ ഫുൾ ലോൺ തന്നെ കിട്ടും കേട്ടോ. ഇതോ? ഇത് ഡസ്റ്റർ 2015 ഒറിജിനൽ കേരള വണ്ടി. ഡസ്റ്റർ 15 ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസും കാര്യങ്ങളും ഇതിൽ നമുക്ക് ഒരു 3,90 കൊടുക്കാം. 15 മോഡൽ ഒറിജിനൽ കേരള 3,85 കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. അതെ അല്ലേ? 3,50,000 രൂപ. അതെ അതെ, അത് നെഗോഷ്യബിൾ ആണ്. 3,90 കേട്ടോ. 3,90. ഏത് വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് നടക്കൂല? എക്സ്ചേഞ്ച് നമുക്ക് എക്സ്ചേഞ്ച് നടക്കും. പിന്നെ പാർക്കിംഗ് സ്റ്റൈൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. വണ്ടി ഇവിടെ കൊണ്ടുവയ്ക്കാം. ഓഫർ വണ്ടിയുമായി സംബന്ധിച്ച് എല്ലാ സഹായങ്ങൾക്കും ഉണ്ടാവും. അടിപൊളി. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ക്രിസ്റ്റ 2019 G ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇത് 1,45,000 കിലോമീറ്റർ. ഇത് നമുക്ക് 15,30 കൊടുക്കാം. 15,30,000 രൂപയ്ക്ക്. അതെ. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു നിരയെ കിടക്കുന്ന മുഴുവൻ അത്രേ എണ്ണവും ക്രിസ്റ്റ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വേഗം പറഞ്ഞു പോവാം. അടുത്തത് ഇത് 2019 ആണ്. 13,90 കൊടുക്കാം. 3ാമത്തെ ഓണർ ആണെന്നേ ഉള്ളൂ. റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഇത് 2020 1,20,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി. 15,90 കൊടുക്കാം. നീറ്റ് വണ്ടി. സ്പീഡിലാണ് പറഞ്ഞാൽ പോരെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2022 പിന്നെ ക്രിസ്റ്റ G ഓട്ടോമാറ്റിക് 1,12,000 കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടി. 16,60 കൊടുക്കാം. 16,60 2020 വണ്ടി. അതെ, അതേ 2020 വണ്ടി വേറെ കളറിലുണ്ട്. അതും നമ്മൾ 16,60 തന്നെ കൊടുക്കാം. 16,60 2020 വണ്ടി. ഒന്നും കൂടി. ഇത് 2021 ആണ്. ഇത് 2020. ഇത് 2021 78,000 കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടി. ഇത് നമുക്ക് 16,90 കൊടുക്കാം. 16,90 21 വണ്ടി അല്ലേ? 21 വണ്ടി. അതേപോലെ തന്നെ അതും 21 തന്നെ. ഇത് 21 വണ്ടി. ഇത് നമുക്ക് 17,20 കൊടുക്കാം. 17,20 ഒരു 17 റുപ്യക്ക് തന്നെ കൊടുക്കാം. പ്രശ്നം കിലോമീറ്റർ ഒക്കെ കുറവായിരിക്കും അല്ലേ? അതെ, കുറവുള്ള വണ്ടി. ഇത് 2016 Z ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. ഇത് 1,08,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമ്മൾ 14,80 കൊടുക്കാം. 14,80. അതേ ഇതേ വണ്ടി ഇത് 13,80 വേറെ വണ്ടി നമുക്ക് കൊടുക്കാം. ഇത് കിലോമീറ്റർ കുറച്ചും കൂടി അധികം ഉണ്ട്. സെയിം വണ്ടി തന്നെ. 2016 സെറ്റ് ഓട്ടോമാറ്റിക് തന്നെ. ഇത് നമ്മൾ 13,80 കൊടുക്കാം. 16 സെറ്റ് ഓട്ടോമാറ്റിക് കൊടുക്കാം. ബ്ലാക്ക് ഗ്രേ ബ്ലാക്കിലേക്ക് മാറ്റിയാണ് 2018 സെറ്റ് ഓട്ടോമാറ്റിക്. 1,59 സിംഗിൾ ഓണർ വണ്ടി. അതെ. ഇത് നമുക്ക് 15,90 കൊടുക്കാം. നെറ്റ് ഫിക്സഡ് ആയി 15,90 കൊടുക്കാം. അതെ. ഇത് 2017 1,90,000 കിലോമീറ്റർ ഓടിയ വണ്ടി.
ഇത് നമുക്ക് 1480 കൊടുക്കാം. 1480 അല്ല 1580 കൊടുക്കാം. 1580. ആ. ഓക്കെ. ഇത് വേണമെങ്കിൽ എന്തെങ്കിലും കുറേ ഉണ്ടാവോ? ഇത് ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ. അതുപോലെ ഇതാണെങ്കിലോ? ഇത് 2017 സെറ്റ് ഓട്ടോമാറ്റിക്. ഇത് 220 കിലോമീറ്റർ ഓടിയ വണ്ടി, പിന്നെ സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് 1380 കൊടുക്കാം. 1380. അതെ. ശ്രദ്ധിക്കാൻ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ഹൈലൈറ്റ് വണ്ടികൾ ഈ 4 അതെ. 4 കാണിച്ചു തരാം. നല്ല അടിപൊളി പോലത്തെ അടിപൊളി വണ്ടികൾ. ഈ നല്ല കരിമ്പുലിയാണ്. 2019 എൻഡോർ. 19 ആണ്. 19 ലാസ്റ്റ് വണ്ടി തോന്നുന്നു. 19 ലാസ്റ്റ് വണ്ടി, 1,03,000 കിലോമീറ്റർ. എൻഡവർ എന്ന് സിംഗിൾ ഓണർ വണ്ടി. എൻഡവർ എന്ന് പറഞ്ഞാൽ അത് എൻഡവർ തന്നെയാണ്. കാരണം എല്ലാ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ആ സാധനം അതൊരു മുതൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് പിന്നെ 19 എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി കേട്ടോ. അതെ. ഇപ്പൊ ഇത് നിങ്ങളടുത്ത് റീ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തു കൊടുക്കും? ഇനി വേറെ വണ്ടി വേണമെന്ന് നിങ്ങൾ എടുത്തു കൊടുക്കും? പിന്നെന്താ, നമ്മളെ കൂടെ തന്നെ കസ്റ്റമർ വരലുണ്ട് ഡൽഹിക്ക്. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കി ഞങ്ങൾ എന്താ ക്ലീൻ. അതായത് ഇത് പിന്നെ ഓട്ടോമാറ്റിക് ആണ്, 4 വീലാണ്, ഒരുവിധം എല്ലാം വരും. 3.2 ആണ് അല്ലേ? അതെ അതെ അതെ. ഇതിലും സാധനം ഇഷ്ടൊക്കെ ഉണ്ടല്ലോ ലേഖ? ഇഷ്ടമുണ്ട്. ശരി. എന്താ വില? ഇത് നമുക്ക് 21 രൂപ കൊടുക്കാം. 21 ലക്ഷം രൂപ. NOC-ലല്ലേ? NOC-ല് 21 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം. അതും ഒരു മുതൽ സാധനം തന്നെ കേട്ടോ. അടുത്തത് 250D അല്ലേ? അതെ. 2016-17 രജിസ്ട്രേഷൻ, 1,16,000 കിലോമീറ്റർ. 1,16,000. സിംഗിൾ ഓണർ വണ്ടി, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. അടിപൊളി. ഇതിന്റെ ഇന്റീരിയർ നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. ഇത് 2016 എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാലേ വിശ്വസിക്കും. 2025 മോഡൽ ഉണ്ടല്ലേ? അതാ പറഞ്ഞത്, ഷോറൂം കണ്ടീഷൻ വണ്ടി. എന്താ നീറ്റ്. ഇത് 1.16 ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? നമ്മളെല്ലാ വണ്ടി ഇന്റീരിയർ ഈ കണ്ടീഷൻ ഇന്നോവ ക്രിസ്റ്റാലും. നമ്മൾ പിന്നെ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറഞ്ഞില്ല. ഇതിപ്പോ 16 മോഡൽ, 17 രജിസ്ട്രേഷൻ, 250D ആണ്, ഡീസൽ ആണ്. നല്ല 20,50 കൊടുക്കാം. എത്ര? 20,50 കൊടുക്കാം. 20,50,000 രൂപയ്ക്ക് എന്റെ കുറഞ്ഞ പൈസ കൊടുക്കാം. അടിപൊളി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ കാണിച്ചു പോട്ടെ. ഇപ്പൊ നിങ്ങൾ ലോൺ ചെയ്യുന്നില്ല ഇവിടെ? ലോൺ നമ്പർ ആയിട്ടാ കിട്ടുട്ടോ. പേപ്പർ ആക്കിയിട്ട് ലോൺ എടുത്തോളൂ. അതെ. ലോൺ നമ്പർ ആയിട്ടേ കിട്ടൂ. പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലോൺ കിട്ടുന്ന കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ലോൺ കിട്ടണമെന്നില്ല. അതെ 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 അതെ. എന്നാലും മാക്സിമം നിങ്ങൾ സഹായം എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പകുതി പൈസ നമ്മൾ കാണേണ്ടി വരും. ശരി. അടുത്താണ് മുതൽ സാധനം എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത്. 2018 4x4 മാനുവല്, വെറും 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 24 ജെനുവിൻ ആയിരിക്കും. കറക്റ്റ് കിലോമീറ്റർ. ഇതിന്റെ ഇന്റീരിയർ കാട്ടി കൊടുത്തേക്ക്. അതെ അല്ലേ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ റയർ ആൻഡ് റയറസ്റ്റ് ആണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. ഇന്റീരിയർ ഫുള്ള് ബക്കറ്റ് സീറ്റ് ആക്കി എല്ലാം അടിപൊളിയാക്കി, ഇന്റീരിയർ ബാക്കി ഫുള്ള് സീലിംഗ് കാര്യം മൊത്തം കാട്ടി കൊടുത്തു. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഹാർഡ് ടോപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. ഹാർഡ് ടോപ്പ് തന്നെ കേട്ടോ. അതെ. അന്യ ഇന്റീരിയർ പണിയൊക്കെ എടുത്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നാലും ഏകദേശം പുതിയതാണ്. HR രജിസ്ട്രേഷൻ വണ്ടി. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. എന്തൊക്കെ വില? നമുക്ക് 7.30 കൊടുക്കാം. 7.30. അതെ. ഒരു 10,000 പേപ്പർ ആക്കാൻ വേണ്ടേ? 50 ചോട മതിയാവും അല്ലേ? ഏകദേശം 8 ലക്ഷം രൂപ നമുക്ക് 2018 വണ്ടി കൊണ്ടുപോകാം. അതും ഏകദേശം 2 ലക്ഷം രൂപ എസ്റ്റാബ്ലിഷ് ചെയ്ത വണ്ടി ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഹാർഡ് ടോപ്പ് ചെയ്യാൻ തന്നെ നല്ല റേറ്റ് വേണം. അതെ അതെ അതെ. ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ 18 മോഡലൊക്കെ നിങ്ങൾക്ക് ലോ കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് ആണെന്നുള്ളത് വണ്ടി കണ്ടാൽ മനസ്സിലാവും. അതെ അതെ. ക്വാളിറ്റി കണ്ടറിയാം. ക്വാളിറ്റി കണ്ടറിയാലോ. അടുത്തതും മുതൽ സാധനമാണ് താറാണ്. ഈ താറ് നമ്മളങ്ങനെ റീ രജിസ്ട്രേഷൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇല്ല, നമ്മൾ പിന്നെ എല്ലാ വണ്ടി ഒന്ന് എടുക്കും. അതാണ് കുറച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യും, പിന്നെ നമ്മൾ കൊടുക്കും. അധികം കണ്ടു അവിടെ പുറകെ കിടക്കണ മറ്റേ വാഗണർ അടക്കങ്ങൾ എടുത്തോണ്ട് വന്നതിന്റെ കാരണം. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2022 4x4 ഓട്ടോമാറ്റിക്, 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 22 4x4 ഓട്ടോമാറ്റിക് അല്ലേ? ഡീസൽ വണ്ടി. അടിപൊളി. അതെ. നല്ല നീറ്റ് വണ്ടി കേട്ടോ. അതെ. ഇത് പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, 4x4 ആണ്. കിലോമീറ്റർ ഫ്രണ്ട് ഗ്രില്ലും ഹെഡ്ലൈറ്റ് ഫോഗ് ലൈറ്റ് മാറ്റാണ്. വെറും 30,000 കിലോമീറ്റർ കമ്പനി സർവീസ് പക്ക വണ്ടി. മേജർ റീപ്ലേസ് ഒന്നുമില്ല. എന്തൊക്കെ വില? ഇത് ഫ്രണ്ട് ഗ്ലാസ് മാറിക്കുന്നുണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് ഡൽഹി വണ്ടി അറിയുന്നതാണ്. എന്താ വില? ഇത് നമുക്ക് 13.30 കൊടുക്കാം. 13.30. പുതിയ ഇൻഷൂർ മെനിയാന്ന് എടുത്താണ്. ഫുള്ള് ലോൺ ഏകദേശം കിട്ടുന്ന വണ്ടി. ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കയറും അല്ലേ? അതെ. ഇത് പേപ്പർ ആക്കാൻ ഒരു 1.5 ലക്ഷം രൂപ വേണ്ടേ? രണ്ടിന്റെ അടുത്ത് വേണ്ടി വരും അല്ലേ? ഓക്കെ. അപ്പൊ എന്നാലും നമുക്ക് വലിയ നഷ്ടമില്ല. 15 റേഞ്ചിലൊക്കെ വണ്ടി ഇറങ്ങി കൊണ്ടുപോകാം. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ വേണം നോക്കിക്കോട്ടെ. നല്ല നീറ്റ് വണ്ടിയാണ്. 2 കേരള വണ്ടി കാട്ടി കൊടുത്തേക്ക്. ഇതേതൊക്കെയാ വണ്ടി? കേരള വണ്ടി ഇത് അർബൻ ക്രൂസർ 2021 മോഡൽ, 40,000 കിലോമീറ്റർ ഓടിയ റീപ്ലേസ് ഇല്ലാത്ത ഒറിജിനൽ കേരള വണ്ടി. 21 മോഡല് അർബൻ ക്രൂസർ ആണ്. 890 കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. അല്ല, ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക് വണ്ടി. 2x2 ഓട്ടോമാറ്റിക്. 2 വീലല്ലേ ഇത്? 4 വീലല്ലോ. ഞാൻ എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾ 4 വീലാണ് മാറിപ്പോയതാണ്. സോറി മാറിപ്പോയതാണ്. സാധാരണ നമ്മുടെ എന്താ പറയാ പ്രസന്റ് ഒക്കെ ഓട്ടോമാറ്റിക് പറഞ്ഞു മാറിണ്ടാവും. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അർബൻ ക്രൂസർ ആണ്. 2022 ആണ് അല്ലേ? 21 മോഡൽ. ഇത് നമുക്ക് 890 കൊടുക്കാം. 890 കൊടുക്കാം. അത് തന്നെ ഒരു സ്വിഫ്റ്റ് 2018 സിംഗിൾ ഓണർ ഡീസൽ. 18 ഡീസലോ? ഡീസൽ സിംഗിൾ ഓണർ 1,00,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസുള്ള വണ്ടി. 18 മോഡല്. അതെ. നല്ല വൃത്തിയുണ്ടല്ലോ. നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് VDI. ഓക്കെ. എന്തൊക്കെ വില? ഇത് നമുക്ക് വേണമെങ്കിൽ 6.10 കൊടുക്കാം. 6.10. അതെ. നെഗോഷ്യബിൾ ആവുമോ? ചെറിയ മാറ്റം ഉണ്ടാവും. ചെയ്ത് കൊടുക്കാം അല്ലേ?
ഓക്കെ, അപ്പോൾ ഇവിടെ വരിക, വന്നിട്ട് വണ്ടികൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഋതികാനോട് സംസാരിച്ചാൽ മതി. ഏത് വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ച് തരും. നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ ഇത്രയും വണ്ടികൾ ഇവിടെ ഉണ്ട് അല്ലേ? വണ്ടി ഇപ്പം നമ്മൾ കാണാത്ത കുറെ അടിക്കാത്ത വണ്ടിയുണ്ട്, പറമ്പ് കുറെ, അവിടെ പാർക്കിംഗ് കുറെ വണ്ടിയുണ്ട്. അതായത് നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഏത് വണ്ടി വേണമെങ്കിലും ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചാൽ ആവശ്യക്കാർ മാത്രം വിളിക്കുക കഴിയുന്നു. അതെ, നമുക്ക് അത്രയും കോൾസുകൾ വരുന്നതാണ്. അപ്പൊ ആവശ്യക്കാർ മാത്രം വിളിച്ചാൽ കുറച്ചും കൂടി നമുക്കൊരു സെറ്റപ്പായി ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നരിക്കുനി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ റോയൽ വീൽസിലാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ? ഏത് വേണമെങ്കിലും, അതായത് മെയിനായിട്ട് പറയുന്നത് റീ വണ്ടികൾ, ടൊയോട്ടോന്റെ ഏത് വണ്ടിയാണെങ്കിൽ നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ ഫോർച്യൂണർ ക്രിസ്റ്റ കൂടുതലുള്ളത് ഒരുപാടുണ്ട് അല്ലേ? ഫോർച്യൂണർ ക്രിസ്റ്റ മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം. വണ്ടികളുണ്ട്, ചെറുതൊക്കെ ഉണ്ട് അല്ലേ? ചെറു വണ്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആണ്. അടുത്തൊരു കിലോ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും